മഴ തോരും മുമ്പേടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടിയോട് അവതരിപ്പിക്കുന്ന അപ്പം രേവതിക്കുട്ടിക്ക് വല്ലാത്തൊരു ടെൻഷൻ. അപ്പം അങ്ങനെ ചേച്ചിയുടെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ് എത്തിയേക്കണേന്ന് ചോദിക്കും. അതെ, അതെൻ്റെ പപ്പേന് എന്ന് പറയും. ഓ, അപ്പോൾ ബാലേന്ദ്രൻ അങ്കിള് ചേച്ചിയോട് ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. ഇല്ല, ആ വഴിക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അതിന് ശേഷമാണ് ഇതിലേ പോകുന്നതും. ഇവിടെ വെച്ച് വഴിയിൽ വെച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ എനിക്ക് ഒന്നും എതിർക്കാൻ പറ്റിയില്ല എന്ന് പറയും. ഒന്നും ചോദിക്കാനും പറ്റിയില്ല മോളെ. ഇവിടെ വന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് പറയും, ഇതാണ് നിങ്ങളുടെ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ എൻ്റെ സ്വന്തം പപ്പയെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ പോയതെന്ന് പറയും. ഇതെന്തൊക്കെയാണ് ചേച്ചി നടക്കുന്നത്, എനിക്ക് ആലോചിച്ചിട്ട് പേടിയാവുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല മോളെ, ഒരു രാവി ഇരുട്ടി വെളുത്തു എത്ര തന്നെ എന്ന് പറയും. അല്ല ചേച്ചി, ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഇവരൊക്കെ ഇല്ലേ, അവരൊക്കെ പ്രശ്നം ഉണ്ടാക്കില്ലേ, അവരുടെ കുടുംബം തകർന്നു പോകില്ലേ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല മോളെ, ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപമില്ല എന്ന് പറയും. അതെ, ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് അലീന ഫോൺ വയ്ക്കും. എന്നിട്ട് പിന്നെ അവിടെ അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടി നമ്മുടെ മാമച്ചായനോടും ഗ്രേസമ്മയോടും ഒരു കഥാപ്രസംഗം പോലെയൊക്കെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ അലീന വീണ്ടും വിളിക്കണേ, ചേച്ചി എന്താ വീണ്ടും വിളിച്ചതെന്ന് ചോദിക്കും. അതെ, ഞാൻ പറഞ്ഞ കാര്യം നീ മറ്റാരോടും പറയരുത് കേട്ടോ, സ്റ്റാൻലി ജോസഫാണ് എൻ്റെ പപ്പ എന്നുള്ള കാര്യം. കൊല്ലപ്പള്ളിയിലൊക്കെ അവർക്ക് ഈ പേര് നല്ല പരിചയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും. അവിടെയാണ് ഞാൻ നിൽക്കണേന്ന് അവരാരും അറിയണ്ട എന്ന് പറയും. കുളത്തൂപ്പുഴയുള്ളൊരു പ്ലാന്ററുടെ വീട്ടിൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറയും. അയ്യോ ചേച്ചി, ഞാൻ ഗ്രേസ് ആൻറ്റിയോടും മാമച്ചായനോടും മാമച്ചായങ്ങളോടും പറഞ്ഞല്ലോ എന്ന് പറയും. അത് കുഴപ്പമില്ല, അവരോട് പറഞ്ഞോ, അവരോട് എന്ത് വേണമെങ്കിലും പറഞ്ഞോ നീ എന്ന് പറയും. എന്നാൽ നീ ആൻറ്റിയിൽ ഫോൺ കൊടുക്കാൻ പറയും. അപ്പോൾ ആൻറ്റി ഫോൺ മേടിച്ച്, മോളെ അല്ലീനെ നീ അവിടുന്ന് പോയല്ലേ എന്ന് ചോദിക്കും. പോയി ആൻറ്റി, ഇന്നലെ പോയി. അതുവഴി വരണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അച്ഛൻ അത്രയും വഴി വണ്ടി ഓടിക്കാൻ വയ്യ. പിന്നെ പിന്നെ എന്താണ് ആൻറ്റി വിശേഷം എന്നൊക്കെ ചോദിക്കും. മോളെ നിനക്ക് സുഖമാണ് അവിടെ? ഇവിടെ കുഴപ്പമൊന്നുമില്ല ആൻറ്റി, ഞാൻ വന്ന് എത്തിപ്പെട്ടിരിക്കണം എൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് എന്ന് പറയും. സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞത് നിൻ്റെ അച്ഛനാണോ എന്നിങ്ങനെ ചോദിക്കും ഗ്രേസാമ്മ. അതെ ആൻറ്റി, എൻ്റെ അച്ഛൻ എൻ്റെ സ്വന്തം പപ്പയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടാക്കിയത്. അതെങ്ങനെ കണ്ടുപിടിച്ച് ബാലചന്ദ്രൻ? അറിയില്ല, ഒരുപാട് അലഞ്ഞ് കണ്ടുപിടിച്ച് എനിക്ക് വേണ്ടി എവിടേക്കോ ഓടി നടന്നു. ലാസ്റ്റ് സ്വന്തം പപ്പയുടെ കയ്യിൽ ഏൽപ്പിച്ചു. എൻ്റെ അച്ഛന് ഉത്തരവാദിത്തം ഒഴിഞ്ഞത് അങ്ങനെയാണ്, സ്വന്തം, അല്ലാണ്ട് ആർക്കും എന്നെ വലിച്ചെറിഞ്ഞ് കൊടുത്തതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അലീന സന്തോഷത്തോടെ സംസാരിക്കുന്നു. മാമച്ചായൻ്റെ ഫോൺ കൊടുക്കാൻ പറയും. അവർ മാമച്ചനങ്ങളെ സുഖമാണോ എന്നൊക്കെ വയ്ക്കും. സുഖമാണ് മോളെ, നിനക്ക് പോയടുത്ത് എങ്ങനെ? കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. മാമച്ചായൻ അറിയോ? മാമച്ചായൻ എന്തായാലും പട്ടാളത്തിലല്ലായിരുന്നു. അപ്പോൾ സ്റ്റാൻലി ജോസഫ് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. സ്റ്റാൻലി ജോസഫ് എന്ന് ഞാൻ എവിടെയോ കേട്ട് മറന്നൊരു പേരാണ്, പക്ഷെ അത് എങ്ങനെയാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും ഞാൻ ആലോചിക്കട്ടെ നല്ലോണം എന്ന് പറയും. എന്താ ഞാൻ പിന്നെ വിളിക്കാട്ടാ, എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കും. എന്ന് ഡാനിയിലെ ഫോൺ വയ്ക്കും. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ സ്റ്റാൻലി ജോസഫിനെ എനിക്ക് എവിടെയോ നല്ല പരിചയമുണ്ടെന്ന് പറയും. നിനക്ക് എവിടെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഗ്രേസ് അമ്മയെന്ന് ചോദിക്കും. പറയാം, എനിക്ക് ആകെ ഒരു പട്ടാളക്കാരനെ അറിയുള്ളൂ, അത് നിങ്ങളെന്ന് പറയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അലീന നായ്ക്കളായിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ തോട്ടത്തിൽ നിന്ന് ബൈജുവും അതുപോലെ തന്നെ അടുക്കളക്കാരനൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ അത്ഭുതമാവണം, ഈ നായ്ക്കളെ കാര്യം അത്ഭുതം തന്നെ കേട്ടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് വന്ന സമയത്ത് ആ നായ്ക്കൾ എന്നെ ഓടിച്ച് മരത്തുമ്മ കയറ്റി, സാബുണ്ടായതുകൊണ്ട് ഞാൻ അല്പമെങ്കിലും രക്ഷപ്പെട്ടെന്ന് പറയും. അത് ശരിയാടാ, ഇപ്പോൾ കണ്ടില്ലേ അവളുടെ പിന്നാലെ മണപ്പിച്ച് നടക്കുന്നത്, ഇതെന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ അവർ ആലോചിക്കുന്നുണ്ട്. എന്തായാലും അവൾ പഠിച്ച കള്ളീന് നമുക്ക് അവളെ പുറത്താക്കേണ്ടി വരും എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വലിയ ഇഷ്ടമായിട്ടില്ല അലീനനെ. എന്നിട്ട് അലീന ഇപ്പോൾ നായ്ക്കളോട് പറയേണ്ടത്, ഇതൊക്കെ എനിക്ക് സെൻഡ് ചെയ്യാം, എന്തോ ആൾക്കാർക്ക് സെൻഡ് ചെയ്യാനുള്ളതാണെന്ന് അറിയുമോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ആ ഫോട്ടോ ഒക്കെ കൃഷ്ണമോൾ നമ്മുടെ ബബിതയ്ക്കും രോഹിത്തിനൊക്കെ സെൻഡ് ചെയ്യണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചേട്ടത്തിയും എഴുതി കൂടെ അതിരുന്ന് കാണണ്. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ എന്തൊക്കെയായിരുന്നു എഴുതുന്നുണ്ട് ഓഫീസിലത്തെ വർക്കുകളൊക്കെ. പെട്ടെന്ന് അവിടെ വന്ന് ചോദിക്കും, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, കുറേ നേരമായല്ലോ രണ്ടുപേരും കൂടെ കുത്തിരിക്കണേന്ന് ചോദിക്കും. അതോ ഞങ്ങൾക്ക് പഠിക്കേണ്ട ടൈം ടേബിൾ ആയിട്ടില്ല എന്ന്. ടൈം ടേബിളോ? അതിനൊരു ടൈം ടേബിളോ? അതെ, ഞങ്ങളൊരു സമയം വെച്ചിട്ടുണ്ട്, ആ സമയത്ത് പഠിക്കുമെന്ന് പറയും. അതൊന്നും ഇവിടെ നടക്കില്ല, മര്യാദയ്ക്ക് പോയിരുന്ന് പഠിക്കുക, അവരൊരു ടൈം ടേബിൾ അതൊക്കെ ഞാൻ ശരിയാക്കി തരുന്നുണ്ടെന്ന് പറയും. അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? അമ്മയുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങൾക്കറിയാം പഠിക്കാനൊക്കെ. മര്യാദയ്ക്ക് എന്നോട് സംസാരിച്ചോട്ടെ പവിത, അല്ലെങ്കിൽ ഇവിടുന്ന് പഠിക്ക് പുറത്തുനിന്ന് പറയും. പിന്നെ എന്നിട്ട് അമ്മ ഇവിടെ അച്ഛനനുസരിച്ചിട്ടല്ലേ ഇവിടുന്ന് പഠിക്ക് പുറത്തായതും ആരും വിളിക്കാണ്ട് ഇങ്ങോട്ട് കയറി വന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് വൈജയന്തിക്ക്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ ഇറങ്ങി വരും. ബാലചന്ദ്രൻ വരുമ്പോൾ വൈജയന്തി അങ്ങോട്ട് നീങ്ങിപ്പോകും. അപ്പോൾ പറയും, അലീന ചേച്ചി കുറച്ച് ഫോട്ടോ ഇട്ടുന്നുണ്ട് അവിടുത്തെ നായ്ക്കളെ കൂടെ നിന്നിട്ടെന്ന് പറയും. നോക്കട്ടെ എന്നറിയും. അമ്മമാർ ഭയങ്കര പുലികളാണെന്ന് പറയും.
കാരണം വൈജയന്തി അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ. ഞാൻ അവളെ കൊണ്ടാക്കേണ്ട കാര്യത്തിന് ഞാൻ അവിടെ പോയപ്പോൾ ഞാനും ഗോവർദ്ധനും കൂടെ പട്ടികളെ കണ്ടിട്ട് ആകൊന്നും അന്തം വിട്ടു. പുലികളാണ്, അയാളുടെ കാവൽക്കാരാണ്. ഗോവർദ്ധനം കാറ് തുറന്ന് വെച്ചിട്ടാണ് ഇരുന്നത്. എപ്പോഴും ഓടി കാറി കയറണമെന്ന് അറിയില്ലല്ലോ. എന്നിട്ട് ആണോ അച്ഛാ, അയ്യോ ഞങ്ങളെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകാം അച്ഛാന്ന് പറയും. അപ്പോൾ അത് ഗജേന്ദ്ര കാഞ്ചി അലീനെ വിളിക്കുന്നു പറയും. അപ്പം അലീന ചേച്ചി ഞങ്ങൾ ഫോട്ടോ കണ്ടോണ്ടിരിക്കുന്നുട്ടാന്ന് പറയും. നിങ്ങൾക്ക് പഠിക്കാനൊന്നും സമയമായില്ലേ മക്കളെ എന്ന് ചോദിക്കും. പോയിരുന്ന് പഠിച്ചേന്ന് ചോദിക്കും. ആ പഠിക്കാൻ പോണേ ചേച്ചി എന്ന് പറയും. ചേച്ചി ഞങ്ങൾ നായ്ക്കളെയൊക്കെ കണ്ടു ചേച്ചി, നായ്ക്കളൊക്കെ ആയിട്ട് എന്തൊരു സെറ്റപ്പായേ, ഞങ്ങളെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകുമോ ചേച്ചി എന്ന് കൃഷ്ണമോള് ചോദിക്കും. അതിലൊക്കെ സമയമാവട്ടെ എന്ന് പറയും. അപ്പം അത് ശരിയാ, എന്നാൽ ശരി എന്ന് പറയാം. അവർ പഠിക്കാനായിട്ട് പോകാൻ പോണ്. അപ്പോൾ വൈജയന്തി വന്ന് ചോദിക്കുന്നു, അതെ നിങ്ങൾക്ക് നാണമില്ലേ, ഇവിടുത്തെ ജോലിക്കാർ വേറൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നിടത്തേക്ക് പോകാനായിരുന്നു ചോദിക്കുന്നത്. നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കുഴപ്പടി മോളെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ നിന്ന് തന്നെ അവളുടെ ദുർനടപ്പ് കൊണ്ട് ഇവിടെ നിന്ന് പുറത്താക്കിയതെന്ന്. എന്നിട്ട് അവളെ കാണാൻ അങ്ങോട്ട് പോണെന്ന്. ഇവിടെ ആവശ്യമില്ലാത്തവർ നിൽക്കരുതിട്ടാന്ന് പറയാം. അമ്മമ്മരെ കാര്യം ചോദിച്ചേ, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിള്ളേരകത്തേക്ക് പോകും. അപ്പോൾ ബാലചന്ദ്രൻ അലീനെ ഫോൺ കട്ട് ചെയ്യാണ്ട് തന്നെ ബാലചന്ദ്രൻ വൈജയന്തിയോട് പറയുന്നത്, എൻ്റെ മെക്കെട്ട് കയറുന്ന പോലെ മക്കളെ മെക്കെട്ട് കയറണ്ട, അവർ നല്ല പിള്ളേരാണ്, അത് വെറുതെ അവരെ വായിലിരിക്കുന്ന കേൾക്കണ്ട എന്ന് പറയും. ഇവിടെ കുഴപ്പമൊന്നുമില്ല മോള് സംസാരിക്കുമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അലീനയോട് സംസാരിച്ചുകൊണ്ട് മുകളിലേക്ക് പോകും. വൈജയന്തി ദേഷ്യത്തോടെ മുറി കയറി വാതിലടയ്ക്കും. എന്താ അച്ഛാ അവിടെ വല്ല പ്രശ്നമുണ്ടോ? ഇവിടെ കുഴപ്പമൊന്നുമില്ല മോളെ എന്ന് പറയും. അതിനുശേഷം ബാലചന്ദ്രൻ ചോദിക്കുന്നു, മോളെ നിനക്കവിടെ സുഖമില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഖമാണ് അച്ഛാ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ജോലി എന്ത് പണിയെടുക്കണം, എന്ത് ചെയ്യും, ഇനി എന്താണ് എൻ്റെ ഭാവി എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഔതക്കുട്ടിച്ചായൻ നമ്മുടെ ലാലിച്ചനെ വിളിക്കുന്നു. ലാലിച്ച നീ ആ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചോ എന്ന് ചോദിക്കും. ഉവാന്ന് പറയും. ആരോട് ചോദിച്ചിട്ടെന്ന് പറയും. ആരോട് ചോദിക്കാൻ എൻ്റെ മകളെ കൊണ്ടുവരാൻ, ഞാൻ അപ്പച്ചനോട് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവമുള്ള കാര്യം. എടാ അത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നീ നാട്ടുകാരെ ഓർക്കണ്ടേ, നിൻ്റെ ഭാര്യനെ ഓർക്കണ്ടേ, അവരുടെ കുടുംബക്കാരെ ഓർക്കണ്ടേ, പള്ളിക്കാരെയും പട്ടക്കാരെ ഓർക്കണ്ടേ, നിൻ്റെ അനിയന്മാരും ബന്ധുക്കളും അവരുടെ ഭാര്യമാരോടൊക്കെ നീ എന്ത് പറയും എന്ന് ചോദിക്കും. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് എൻ്റെ മകളെ ഇനി വിഷമിപ്പിക്കാൻ പറ്റില്ല. 10-23 വർഷം അവൾ കഷ്ടപ്പെട്ടാണ്, ഇനി അത് നടക്കില്ല അപ്പച്ചാന്ന് പറയും. എടാ നീ വേറെ ആരോടും പറഞ്ഞോ അവൾ നിൻ്റെ മകളാണെന്നുള്ള കാര്യം? ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. നീ ജോലിക്കാരോട് പറഞ്ഞോ? ജോലിക്കാരോട് പറഞ്ഞു. നന്നായി. ഇനി അവർ നാട് മുഴുവൻ പറയില്ലേടാന്ന് ചോദിക്കും. ഞാനത് പറഞ്ഞില്ലെങ്കിലും അവർ നാട് മുഴുവൻ അപരാധം പറഞ്ഞ് വരുത്താന്ന് പറയും. ശരി, ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രമോഭാഗമാണ്. പ്രമോഭാഗത്തിലാണെങ്കിൽ നമ്മുടെ ലാലിച്ചൻ അലീനയോട് പറയുന്നു, ബാലചന്ദ്ര മേനോനെ എപ്പോഴും അച്ചാന്ന് വിളിക്കണ്ടല്ലോ, നീ എന്നെ ഒരിക്കൽ പോലും പപ്പാന്ന് വിളിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അലീനയ്ക്ക് സന്തോഷമാവും. പിന്നെ ഷെയ്ക്കൻഡ് കൊടുക്കുന്നുണ്ട് പപ്പയും മോളും. അതിനുശേഷം പിന്നെ ഔതക്കുട്ടിച്ചായം വരുന്നു. അലീനനെ പുറത്താക്കാനുള്ള വരവാണ്. ആ വരവ് എന്തായാലും അതിനുശേഷം നാളത്തെ ഭാഗമൊക്കെ നല്ല അടിപൊളി ഭാഗങ്ങളൊക്കെ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.